നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ലോക ഭൗമ രാഷ്ട്രീയത്തിൽ ഇന്ന് ഇന്ത്യ ഒരു അജയ്യമായ ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നലെ വരെ ഇന്ത്യയെ ശത്രുവായിട്ട് കണ്ട് അതിർത്തിയിൽ തോക്ക് ചൂണ്ടിയിരുന്ന ചൈന ഇന്ന് പെട്ടെന്ന് പറയുകയാണ് ഇന്ത്യയും ചൈനയും ശത്രുക്കളല്ല, പങ്കാളികളാണ് എന്നൊക്കെ. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ പ്രസ്താവന കേട്ട് ലോകം തന്നെ അമ്പരന്ന് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ചൈനയുടെ ഈ സ്നേഹം സത്യമാണോ, അതോ 1962 ചെയ്തതുപോലെ നമ്മളെ പിന്നിൽ നിന്ന് കുത്താനുള്ള അടുത്ത ചതിക്കുഴിയാണോ? ഇന്ത്യയുടെ കുതിപ്പ് കണ്ട് ഭയന്നാണോ ചൈന ഇപ്പോൾ ഈ വാലാട്ടുന്നത്? ഇന്നത്തെ വിപുലമായ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ചൈനയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം, ചൈനയുടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലെ ചരിത്രം, പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാനുള്ള ചൈനയുടെ ഒളിയുദ്ധം, ലോകരാജ്യങ്ങളെ കടക്കണിയിൽപ്പെടുത്തി ചൈന ഭൂമി തട്ടിയെടുക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയുടെ ഇന്നത്തെ കരുത്തും ചൈനയെ തളയ്ക്കാൻ നമ്മൾ ഒരുക്കുന്ന തന്ത്രങ്ങളും ഇതെല്ലാമാണ്. എന്തുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യയുടെ ഇന്നത്തെ ആഗോള നിലവാരം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് വിശ്വബന്ധുവായിട്ടാണ്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോഴും ഇന്ത്യ 7% മുകളിൽ വളർച്ച നേടുന്നുണ്ട്. ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് പകരം ലോകം ഇന്ന് ഇന്ത്യയെ വിശ്വസിക്കുന്നുമുണ്ട്. ഇന്തോ പസഫിക് മേഖല മുതൽ ആഫ്രിക്ക വരെ ഇന്ത്യയുടെ സ്വാധീനം വളർന്നുകൊണ്ടേയിരിക്കുന്നു. കൃത്യമായിട്ട് ഇപ്പോൾ അമേരിക്കയും യൂറോപ്പും ചൈനയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യ അവർക്ക് ഏറ്റവും വിശ്വസ്തമായ പങ്കാളിയായിട്ട് മാറുന്നു. ഡിജിറ്റൽ വിപ്ലവം, അതായത് UPI, സൈനിക നവീകരണം, ആത്മനിർഭർ ഭാരതിലൂടെയുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി എന്നിവയിലൂടെ ഇന്ത്യ ചൈനയുടെ ഏകാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു ഇന്ത്യയെ നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാവില്ല എന്ന്. അതുകൊണ്ടാണ് അവരിപ്പോൾ പങ്കാളിത്തം എന്ന മധുരം പുരട്ടിയ ഗുളികയുമായിട്ട് വരുന്നത്. ചൈനയുടെ വാക്കുകൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭൂതകാലം നമ്മളൊന്ന് ഓർക്കണം. ചരിത്രത്തിൽ ചൈന പല തവണ നമ്മളെ ചതിച്ചിട്ടുണ്ട്. ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന മുദ്രാവാക്യം വിളിച്ച് സമാധാനത്തിന്റെ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ചൈന 1962 ഇന്ത്യയുടെ അക്സായ് പ്രദേശം പിന്നിൽ നിന്ന് കുത്തി പിടിച്ചെടുത്തു. 2017 ഭൂട്ടാന്റെ അതിർത്തി കടന്ന് ഇന്ത്യയെ വളയാൻ റോഡ് പണിത ചൈനയെ ഇന്ത്യൻ സൈന്യം നെഞ്ചുപിരിച്ച് നേരിട്ടു. 73 ദിവസമാണ് നമ്മുടെ സൈന്യം ചൈനയുടെ മുമ്പിൽ അചഞ്ചലമായിട്ട് നിന്നത്. 2020 കോവിഡ് സമയത്ത് ലോകം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ സമാധാന കരാറുകൾ ലംഘിച്ച് ചൈനീസ് സൈന്യം ലഡാക്കിൽ കടന്നു കയറി. നമ്മുടെ 20 ധീര ജവാന്മാർ വീരമൃത്യു വരിച്ചു. ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ 100-ലധികം ചൈനീസ് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ചരിത്രം പഠിപ്പിക്കുന്നത് ഒന്നാണ്: ചൈന എപ്പോഴൊക്കെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നുവോ അപ്പോഴൊക്കെ അവർ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് അർത്ഥം. ഇന്ത്യയുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ചൈന ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചൈന പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ തളർത്താൻ ശ്രമിക്കുന്നത്. CPEC എന്ന് പറയുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി ഇന്ത്യയുടെ ഭൂമിയിലൂടെ, അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലൂടെ നിയമവിരുദ്ധമായിട്ട് റോഡ് നിർമ്മിക്കുന്നത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഉൾപ്പെടെയുള്ളവർ ചൈനയുടെ കയ്യിലെ പാവകളാണ്. ഇന്ത്യക്കെതിരെ ഭീകരവാദികളെ വളർത്താനായിട്ട് ചൈന പാകിസ്ഥാന് സാമ്പത്തികവും സൈനികവുമായ സഹായവും നൽകുന്നുണ്ട്. മസൂദ് അസറിനെ പോലെയുള്ള ഭീകരവാദികളെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അത് വീറ്റോ ചെയ്ത് തടയുന്നത് ചൈനയാണ്. ഇന്ത്യയെ തളർത്താനായിട്ട് ഒരു ശത്രുവിനെ കൂടെ നിർത്തുക എന്നുള്ള ചൈനയുടെ തന്ത്രമാണ് ഇത്. ചൈനയുടെ സ്നേഹം വിശ്വസിച്ച രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥയും കൂടെ നമുക്കൊന്ന് നോക്കാം. അവർക്ക് നൽകുന്ന കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ചൈന അവരുടെ ഭൂമിയും തുറമുഖങ്ങളും തട്ടിയെടുക്കും. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം പണിയാൻ കടം കൊടുത്ത ചൈന കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ 99 വർഷത്തേക്ക് ആ തുറമുഖം സ്വന്തമാക്കി. ഇന്ന് പാകിസ്ഥാൻ ചൈനയുടെ ഒരു കോളനി മാത്രമാണ്. അവർ ശ്വസിക്കുന്നത് പോലും ചൈനയുടെ അനുവാദത്തോടെയാണ്. കെനിയ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ന് ചൈനയുടെ കടക്കണിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്. ഇന്ത്യയെയും ഈ രീതിയിൽ തളയ്ക്കാനായിട്ട് ചൈന നോക്കി. പക്ഷേ ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക നയം ആ ചതിക്കുഴിയിൽ വീണില്ല. ചൈന ഇപ്പോൾ ഇന്ത്യയോട് അടുക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്, ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. വിദേശ കമ്പനികൾ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. ആപ്പിൾ, സാംസങ് തുടങ്ങിയ കമ്പനികൾ ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യയ്ക്കാണ് മുൻഗണന നൽകുന്നത്. രണ്ടാമതായിട്ട്, അമേരിക്കയുമായിട്ടുള്ള ബന്ധം. ഇന്ത്യ അമേരിക്കയും യൂറോപ്പുമായിട്ട് കൂടുതൽ അടുക്കുന്നത് ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ട്.
എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിന്നും ഇന്ത്യയെ അകറ്റാനായിട്ടുള്ള തീവ്ര ശ്രമങ്ങളും ചൈന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചങ്ങാത്തം കൂടി ഇന്ത്യയുടെ നേരെ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം. അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% വരെ നികുതി ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ വലിയ മാർക്കറ്റിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടാനായിട്ട് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ബിസിനസ് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരാരെയും ചതിക്കും, അവരെന്തും ചെയ്യും. ചൈനയുടെ അധിനിവേശത്തെ നേരിടാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ്. അരുണാചൽ പ്രദേശും ലഡാക്കും ചൈന ഈ പ്രദേശങ്ങൾ അവകാശപ്പെടുമ്പോൾ ഇന്ത്യ അവിടെ സൈനിക വിന്യാസം റെക്കോർഡ് വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം പ്രകാരം അതിർത്തി ഗ്രാമങ്ങളിൽ വൻതോതിൽ വികസനം എത്തിച്ച് ചൈനയുടെ നുഴഞ്ഞുകയറ്റം ഇന്ത്യ തടയുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യ നടത്തുന്ന ഡിജിറ്റൽ സ്ട്രൈക്ക്. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള നട്ടെല്ലൊടിച്ചു. പ്രതിരോധ കയറ്റുമതിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ട് ചൈനയുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇന്ത്യ ഭീഷണി ഉയർത്തി കഴിഞ്ഞു. ചൈനയുടെ സാമ്പത്തിക വളർച്ച കിതയ്ക്കുമ്പം ഇന്ത്യ എങ്ങനെയാണ് പ്രതിരോധ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കുതിച്ചുയർന്നത് എന്ന് ഈ ചെറിയ കണക്കുകളിലൂടെ നമുക്കൊന്ന് നോക്കാം. കാരണം വെറും വാചകമടിയല്ല, കൃത്യമായ ഡേറ്റയാണ് ഇത്. പ്രതിരോധ കയറ്റുമതിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 വർഷം മുമ്പ് 1900 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത് 21,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ബ്രഹ്മോസ് ഉൾപ്പെടെ 85-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വൻതോതിൽ ആയുധം വിൽക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ അതിർത്തിയിലെ റോഡ് നിർമ്മാണത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം മുമ്പ് BROയുടെ ബഡ്ജറ്റ് ഏകദേശം 3,782 കോടി രൂപയായിരുന്നെങ്കിൽ ഇന്നത് 14,387 കോടി രൂപയിലെത്തി നിൽക്കുകയാണ്. ചൈനീസ് അതിർത്തിയിൽ റെക്കോർഡ് വേഗത്തിലാണ് നമ്മൾ റോഡുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തദ്ദേശീയമായ ആയുധ ഉൽപ്പാദനത്തിൻ്റെ കണക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 10 വർഷം മുമ്പ് നമ്മൾ സമ്പൂർണ്ണമായിട്ടും ഇറക്കുമതിയെ ആശ്രയിച്ചായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് 65% ആയുധങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു, നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. അതുപോലെ വിദേശ നാണ്യശേഖരത്തിൻ്റെ കണക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പ്രതിസന്ധികളെ നേരിടാനായിട്ട് നന്നേ പാടുപെട്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് $680 ബില്യൺ മുകളിൽ നമ്മുടെ വിദേശ നാണ്യശേഖരം എത്തി നിൽക്കുകയാണ്. അതായത് ചൈനയുടെ സാമ്പത്തിക ഭീഷണികളെ നേരിടാനായിട്ട് സമ്പൂർണ്ണമായിട്ടും ഇത് പര്യാപ്തമാണ്. ഈ കണക്കുകൾ തന്നെയാണ് ചൈനയുടെ ഉറക്കം കെടുത്തുന്നതും ഇന്ത്യയോട് കൂട്ടുകൂടാൻ അവരെ പ്രേരിപ്പിക്കുന്നതും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിർത്തിയിലെ ഇന്ത്യയുടെ മാസ്റ്റർ സ്ട്രോക്കുകളാണ്. ചൈന സലാമി സ്ലൈസിംഗ് തന്ത്രവുമായിട്ട് വന്നാൽ ഇന്ത്യ അവരെ നേരിടാൻ ഒരുക്കിയിരിക്കുന്ന കെണികൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് 17th മൗണ്ടൻ സ്ട്രൈക്ക് കോർ. പണ്ട് ചൈനയെ ആക്രമിച്ചാൽ പ്രതിരോധിക്കാൻ മാത്രമായിരുന്നു ഇന്ത്യൻ സൈന്യം പരിശീലിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ബാങ്കോക്ക് തടാകം മുതൽ അരുണാചൽ വരെ ചൈനയെ അങ്ങോട്ട് കയറി ആക്രമിക്കാനായിട്ട്, അതായത് ഒരു ഒഫൻസീവ് സ്ട്രൈക്കിന് വേണ്ടി മാത്രം ഇന്ത്യ രൂപീകരിച്ചതാണ് ബ്രഹ്മാസ്ത്ര കോർ എന്ന് വിളിക്കുന്ന മൗണ്ടൻ സ്ട്രൈക്ക് കോർ. ചൈന എവിടെയെങ്കിലും കടന്നു കയറിയാൽ ടിബറ്റിലേക്ക് തിരിച്ചു കയറാനായിട്ട് ഈ സൈന്യം എന്നും സജ്ജമാണ്. അതുപോലെ തന്നെ സെല ടണലും അതിവേഗമായ നമ്മുടെ നീക്കങ്ങളും. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്ക് ഏത് മോശം കാലാവസ്ഥയിലും സൈന്യത്തെയും പീരങ്കികളെയും എത്തിക്കാൻ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ടക്കുഴൽ തുരങ്കമാണ് സെല ടണൽ. ചൈനീസ് അതിർത്തിയിൽ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് സൈന്യത്തെ അതിർത്തിയിൽ എത്തിക്കാനായിട്ട് ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കും. പിന്നെ വ്യോമസേനയുടെ ഉരുക്കുമുഷ്ടി. കിഴക്കൻ ലഡാക്കിൽ LACയിൽ നിന്നും വെറും 50 കിലോമീറ്റർ മാത്രം അകലെ നിയോമ അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് ഇന്ത്യ പൂർണ്ണ സജ്ജമാക്കി കഴിഞ്ഞു. ഇത് ചൈനീസ് സൈന്യത്തിൻ്റെ നെഞ്ചിലേക്കുള്ള ഒരു ചൂണ്ടുവിരലാണ്. ഒപ്പം പശ്ചിമ ബംഗാളിലെ ഹസിമാരയിൽ വിന്യസിച്ചിരിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങളും അതിർത്തി കാക്കുന്ന S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സുഖോയ് 30 വിമാന സംവിധാനങ്ങളും എല്ലാം ചൈനയുടെ ഏത് വ്യോമാക്രമണത്തെയും നിസ്സാര സമയം കൊണ്ട് തകർത്തെറിയാൻ പര്യാപ്തമാണ്. ചൈനീസ് ബങ്കറുകൾ തകർക്കാൻ കെൽപ്പുള്ള പിനാക റോക്കറ്റ് ലോഞ്ചറുകളും തടയാൻ കഴിയാത്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളും അതിർത്തിയിൽ ഇന്ത്യ വിന്യസിച്ച് കഴിഞ്ഞു. ചുരുക്കത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി പങ്കാളിത്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം അതിർത്തിയിലെ പീരങ്കികളിൽ തിരനിറച്ച് കാത്തിരിക്കുകയാണ്. ഇതാണ് പുതിയ ഇന്ത്യ. സുഹൃത്തുക്കളെ, ചൈനയുടെ പാർട്ട്ണർ നോട്ട് റൈവൽ എന്ന പ്രസ്താവന ഇന്ത്യയുടെ വിജയമാണ്. ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറി എന്ന് ചൈന സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ചൈനയെ വിശ്വസിക്കുന്നത് ആത്മഹത്യാപരമാണ്. ചൈനയുടെ ചതികൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കുകയാണ്. നമ്മുടെ ഭൂമി സംരക്ഷിക്കാനും ലോകത്ത് സ്വാധീനമുറപ്പിക്കാനും ആരുടെയും അനുവാദം ഭാരതത്തിന് ആവശ്യമില്ല.
ഇത് ആത്മ നിർഭർ ഭാരതത്തിൻ്റെ വിജയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ പുതിയ കരുത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.